ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആറൂസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൺ. അമ്മേ, ആ മുട്ടത്തോട് കളയല്ലേ കേട്ടോ, എനിക്ക് വേണം. എനിക്കൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കളയല്ലേ, അമ്മ ഒന്ന് കഴുകിയെടുത്ത് വെക്കണേ, എന്നിട്ട് അത് ഉണക്കി വെക്കണേ. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, അമ്മ എടുത്ത് വെച്ചോളും. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വെച്ച സ്ഥലത്തുനിന്ന് അമ്മ എടുത്തു കൊണ്ടുതരും. അതായിരുന്നു പഴയ ഏർപ്പാട്. ഇന്ന് ഞാൻ ഒരു മുട്ടത്തോട് വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്, ഒരു ബോട്ടിൽ ഡെക്കറേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് കുറച്ച് കാര്യങ്ങൾ വേണം, അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ്, അത് ഗ്ലാസിൻ്റെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഗ്ലാസ്സാണ് ഭംഗി ഉണ്ടാവുക. ഈ കളറൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് മുട്ടത്തോടാണ്. ഈ മുട്ടത്തോട് എന്ന് പറഞ്ഞാൽ മുട്ട പൊട്ടിച്ചതിന് ശേഷം ഞാനിത് കഴുകി ഇതിന് നടുക്കുള്ള ആ ഒരു തോലില്ലേ അത് കളഞ്ഞതിന് ശേഷം ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. ഈ സൈഡിലുള്ളത് പൊട്ടിച്ചിട്ട് മുന്നേ ഉള്ളതാണ്. അടുത്തത് നമുക്ക് 2 ബ്രഷ് വേണം. ഒന്ന് ഫെവിക്കോൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളതും ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുമാണ്. അടുത്തത് ഒരു പെയിൻ്റാണ്, അക്രിലിക്കാണ് വേണ്ടത്. ഫെവിക്രിലിൻ്റെ പെയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പേൾ പെയിൻ്റാണ് ഇത്, ഗോൾഡൻ പേൾ പെയിൻ്റാണ്. ഇതിൻ്റെ മേലുള്ള പേര് പേൾ മെറ്റാലിക് കളേഴ്സ് എന്നാണ്. അപ്പം ഏത് കമ്പനീസിൻ്റെ വേണേൽ വാങ്ങിക്കാം. പല കമ്പനീസിൻ്റെതും അവൈലബിൾ ആണെന്നിപ്പോൾ മാർക്കറ്റിൽ. ഇതിനൊരു 25 റുപ്പീസേ ഉള്ളൂ. അടുത്തത് ഫെവിക്കോൾ, ഇത് 20 റുപ്പീസേ ഉള്ളൂ. ഇങ്ങനെ ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. ഇനി നമുക്ക് ഈ പെയിൻ്റൊക്കെ വെച്ചിട്ട് ഈ മുട്ടത്തോടും വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മുട്ടത്തോട് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കണം. മുട്ടത്തോട് എടുത്തതിന് ശേഷം കയ്യിലൊന്ന് വെച്ചിട്ട് നന്നായിട്ട് പൊട്ടിച്ചാൽ മതി. ഒരുപാട് ചെറിയ പീസായി പോവാതെ ഈ ഒരു സൈസിലുള്ള പീസായിട്ട് എടുക്കണം. ഇനി നമുക്കിത് ഈ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഈ കുപ്പിയുടെ ഏറ്റവും താഴെ ഭാഗത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നമ്മൾ ഈ ഫെവിക്കോള് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. അതിനുശേഷം ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇങ്ങനെ പശ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് മുട്ടത്തോട് ഓരോന്നായിട്ട് എടുത്തു വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. ആ സമയത്ത് അതവിടെ പറ്റി നിന്നോളും. ഈ ഫെവിക്കോൾ ഉണങ്ങുന്ന സമയത്ത് കാണില്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു വെള്ള കളറുള്ള മുട്ടത്തോട് മാത്രമേ നമ്മളത് ഉണങ്ങിക്കഴിയുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്, വളരെ ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. ഈ പശ ഇങ്ങനെ ആ ബ്രഷിലാക്കിയിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് പശ വേണ്ട, അത് വിചാരിച്ചിട്ട് വളരെ കുറഞ്ഞു പോകാനും പാടില്ല. ആ മുട്ടത്തോട് അവിടെ ഒട്ടി നിൽക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം മുട്ടത്തോട് വെച്ചിട്ട്. അപ്പോൾ അത് പൊട്ടുകയാണെങ്കിൽ അതിനെ 2 കഷ്ണമാക്കി മാറ്റാം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ അതുപോലെ വയ്ക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ബോട്ടിൽ മൊത്തമായിട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചെണ്ണം ഒരുമിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ബ്രഷ് വെച്ചിട്ട് നമുക്കിതിങ്ങനെ കുത്തി കുത്തി ഓരോ ഭാഗത്തേക്ക് അടുപ്പിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതിങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് എല്ലാം അടുത്തടുത്ത് തന്നെ നിൽക്കണം. ആ സമയത്താണ് ഇത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുക. ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് മുകൾ ഭാഗത്തേക്കൊക്കെ പോകുന്ന സമയത്ത്. പക്ഷെങ്കിൽ കുറച്ചൊരു ക്ഷമയോടെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ, കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ക്രാഫ്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് മുഴുവൻ ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മുട്ടത്തോട് തന്നെ ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കമ്പിളി നൂല് വെച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ലപോലെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് ചില മുട്ടത്തോടൊക്കെ കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് താണിട്ട് ഒരേ ലെവലിലായിട്ട് കിട്ടും. നമ്മൾ പിടിക്കുന്ന സമയത്തൊക്കെ വേറെ വേറെ ആയിട്ടോ നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ കുത്തുന്ന തരത്തിലോ വരില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എല്ലാം പ്രസ് ചെയ്ത് കൊടുക്കുക ഉണങ്ങിയതിന് ശേഷം. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ ഗോൾഡൻ കളർ പേൾ പെയിൻ്റാണ് എടുക്കുന്നത്. ഈ പെയിൻറ്റും എടുക്കാം. ഇതിൽ വെള്ളം തീരെ ആക്കിയിട്ടില്ല ഞാൻ. വെള്ളം ആക്കിയാൽ നമുക്ക് ആ ഒരു നല്ലൊരു കളർ കിട്ടില്ല. അതുകൊണ്ട് തീരെ വെള്ളം ആക്കാതെ നമുക്കിത് ബ്രഷിലേക്ക് പെയിൻ്റ് എടുത്തിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടത്തോട് മാത്രമല്ല, ആ ഗ്ലാസ്സിലെ ആ ഭാഗവും നല്ലപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഈ കളറ് നിങ്ങൾ ഈ കുപ്പിയുടെ കളറ് ഇതന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്ന്. ഇപ്പോൾ ഈ വൈറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വൈറ്റ് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. പക്ഷേ ഈ ഒരു ഗോൾഡൻ കളറ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഈ ഗോൾഡൻ കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ആ വൈറ്റ് ആ മുട്ടത്തോട് ഒട്ടിച്ചതിന് ശേഷം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ പേൾ പെയിൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടെ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കാം. ആ ഗ്യാപ്പിലൊക്കെ ഈ കളർ അടിച്ചു കൊടുക്കാം. 2 ടൈം അടിക്കേണ്ടി വരും. ഒരു കോട്ട് കൂടെ കൊടുത്താൽ മാത്രമേ നമുക്കിത് ആ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തുള്ളൂ. ആ ഗ്യാപ്പും ആ മുട്ടത്തോടും ഒക്കെ ഈ ഒരു ഗോൾഡൻ കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 കോട്ട് പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് വൂളൻ ത്രെഡാണ്. നമ്മൾ കമ്പിളി നൂൽ എന്ന് പറയില്ലേ, ആ ഒരു നൂല് അതെടുത്തിട്ട് നമുക്ക് ഈ ഒരു ടോപ്പ് പോർഷനിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടത്തോട് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് അവിടെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഈ നൂല് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ ഗ്യാപ്പിൽ നമുക്ക് ബ്രഷിൽ ഫെവിക്കോൾ ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ വൂളൻ ത്രെഡ് എടുത്തിട്ട് അവിടെ മെല്ലെ ഒട്ടിച്ച് വയ്ക്കുക. ഏറ്റവും താഴെ തൊട്ടിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അതിങ്ങനെ സർക്കിളായിട്ട് ചുറ്റിച്ച് കൊണ്ടുവരാം. അതിങ്ങനെ നമുക്ക് ഏറ്റവും ടോപ്പ് വരെ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഒരുപാട് ഗ്യാപ്പ് വരരുത്. ചെറിയ ഗ്യാപ്പ് വന്നാൽ കുഴപ്പമില്ല. എന്നാലും ഗ്യാപ്പ് തീരെ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും ടോപ്പ് വരെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഈ കുപ്പി നമുക്കിങ്ങനെ ഷോക്കേസിലോ എവിടെയെങ്കിലും വെച്ചാലും മതി. അത് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു ഫ്ലവർ ബേസായിട്ട് യൂസ് ചെയ്യാം. അതും സൂപ്പറാണ്. ഇനി നമുക്ക് അടുത്ത ക്രാഫ്റ്റ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത് കാണിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അതുകൂടെ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവരും അമ്മമാരോട് പറഞ്ഞിട്ട്
ഈ മുട്ടത്തോടൊക്കെ ഒന്ന് എടുത്ത് വെപ്പിക്കുക. നിങ്ങൾ എന്നിട്ട് ക്രാഫ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു. ബൈ.